മറുവശത്ത് ഗോൾഡി ആ കാടിനെ ആക്രമിക്കാൻ പോകാൻ വേണ്ടി തന്റെ അനുജനോടൊപ്പം വന്നു നിന്നു. സിംഹരാജാവ് അവിടെ തനിച്ചായിരുന്നു. സിംഹരാജാവേ, നിങ്ങൾ തോറ്റെന്ന് സമ്മതിച്ചോളൂ. നിങ്ങളുടെ കാട്ടിലുള്ള എല്ലാവരെയും കാണാതെയായി. ഞങ്ങൾ 2 പേരുണ്ട്. നിനക്ക് തനിയെ 2 പേരോട് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. കുഴപ്പമില്ല, ഞാൻ ചത്താൽ പോലും ഞാൻ ഒരിക്കലും തോൽക്കില്ല. ഈ കാടിന്റെ രാജാവാണ് ഞാൻ. രാജാവായി ചാകും. അങ്ങനെ സിംഹരാജാവ് അവർക്ക് നേരെ ചാടി. അപ്പോൾ മിട്ടു എല്ലാ മൃഗങ്ങളുമായി അവിടേക്ക് വന്നു ചേർന്നു. നിൽക്കൂ സിംഹരാജാവേ, നിങ്ങളിപ്പോൾ തനിച്ചല്ല ഉള്ളത്. അപ്പോൾ എല്ലാവരും തിരിഞ്ഞു നോക്കി. മിട്ടുത്തത്ത അതിനോടൊപ്പം കാണാതായ എല്ലാ മൃഗങ്ങളെയും വിളിച്ചുകൊണ്ടുവന്നു. അത് കണ്ട് ഗോൾഡിയും കരടിയും എല്ലാവരും ഷോക്കായി. സിംഹരാജാവേ, എല്ലാ മൃഗങ്ങളോടും കള്ളം പറഞ്ഞ് ആ മാന്ത്രിക വാതിലിൽ കാലുപാല് കരടിയാ പറഞ്ഞയച്ചത്. ഇവൻ ഗോൾഡിയുടെ ജാരനാണ്. അതെയോ? അവൻ ഉറപ്പായും ശിക്ഷയുണ്ട്. നീ ഒരു സിംഹമായിട്ടും ഞങ്ങളെ 2 പേരെയും തോൽപ്പിക്കാൻ പറ്റുന്നില്ലേ? തോൽവി സമ്മതിച്ചോ? അതാണ് നിങ്ങൾക്ക് നല്ലത്. സിംഹരാജാവ് തനിച്ചല്ല. അങ്ങനെ പറഞ്ഞു മിട്ടു അതിന്റെ മാന്ത്രിക ശക്തി സിംഹത്തിൽ ഉപയോഗിച്ചപ്പോൾ ആ സിംഹരാജാവിനെ പോലെ മറ്റൊരു സിംഹരാജാവും അവിടേക്ക് വന്നു. ഇതെങ്ങനെ സാധ്യമാകും? ഇപ്പോൾ 2 സിംഹരാജാവും അവരെ ആക്രമിക്കാൻ തുടങ്ങി. ഗോൾഡിയും അവന്റെ അനിയനും പോരാടി അവർ അവസാനം തോൽക്കുകയും ചെയ്തു. അവർ അവരുടെ തോൽവി സമ്മതിച്ചു. ഞങ്ങൾ തോൽവി സമ്മതിക്കാം. ഒന്നും മിണ്ടാതെ ഇവിടെ നിന്ന് പോയിക്കോളൂ. കൂടെ ഈ ദ്രോഹിയെയും കൊണ്ടുപോയിക്കോളൂ. അത് കേട്ടതും അവർ 2 പേരും ആ കരടിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു.